ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് വന്നാലോ. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ള പ്ലാൻസ് ആണ്. നമ്മൾ ഓൺലൈനായിട്ടാണ് ഓർഡേഴ്സ് എടുക്കുന്നത്. വാട്സപ്പ് വഴിയാണ്. നമുക്ക് DTDCയുടെ കൊറിയർ വഴിയിട്ട് സർവീസ് അവൈലബിൾ ആണ്. അതുപോലെ സ്പീഡ് പോസ്റ്റിലും അയച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്ന റോസ് എന്ന് പറയുന്നത് കൊത്തുമഞ്ഞയാണ്, മാംഗോ യെല്ലോ ആണ് കേട്ടോ. നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന മാംഗോ യെല്ലോ. രണ്ടാമതായിട്ട് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. ഇതാണ് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന പ്ലാന്റ്. നല്ലൊരു അടിപൊളി വയലറ്റ് ഷെയ്ഡിൽ വരുന്ന നാടൻ റോസുകളാണ് കേട്ടോ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെത് അവൈലബിൾ ആയിട്ടുള്ളത്. സാധാരണ നമ്മൾ കൊണ്ടുവരാറുള്ളത് ഓൺ റൂട്ടഡ് തന്നെയാണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കൂടുതലും അവൈലബിലിറ്റി ഉള്ളത് ബഡ് റോസുകളാണ് കേട്ടോ. പിന്നെ സ്റ്റെറീന റോസ്, അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് മിനിയേച്ചർ എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്തതിൽ ഓൾമോസ്റ്റ് പേരുടെയും കൊറിയർ നമ്മൾ അയച്ചിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 30 പേർക്കകത്തുള്ള കൊറിയേഴ്സ് മാത്രമേ പെൻഡിങ് ലിസ്റ്റിലുള്ളൂ. അതിൽ കൂടുതലും ക്ലിയറൻസ് സെയിലിൽ ഓർഡർ ചെയ്തവരാണ്. ക്ലിയറൻസ് സെയിലെന്ന് പറയുമ്പോൾ നമുക്ക് 5 റോസ് 250 രൂപയ്ക്കാണ് ക്ലിയറൻസ് സെയിലിൽ കൊടുക്കുന്നത്. നമുക്ക് ഫ്ലവർ പോയതൊക്കെ ആയിട്ടുള്ള റോസുകളാണ് ക്ലിയറൻസ് സെയിലിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡേഴ്സാണ് അയക്കാനുള്ളത്. പിന്നെ DAP റോസ് ബൂസ്റ്റ് ഓർഡർ ചെയ്തവർക്കും നമുക്ക് അയക്കാനുണ്ട് കേട്ടോ, പെൻഡിങ് ലിസ്റ്റിലുണ്ട്. പിന്നെ ഇത് കരിഷ്മ റോസാണ്. നല്ല ഓറഞ്ചും യെല്ലോയും മാംഗോ യെല്ലോ ഒക്കെ ഷെയ്ഡ് മിക്സ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു കരിഷ്മ റോസ് എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ്. കാണാനായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത്. പിന്നെയുള്ളത് വൈറ്റ് ക്രീക്കറിയാണ്. നിറയെ ഇങ്ങനെ വൈറ്റും നടുക്കൊരു ആപ്രിക്കോട്ട് കളറും ഒക്കെ മിക്സായിട്ട് വരുന്നൊരു റോസാണ് കേട്ടോ. നല്ലൊരു ഭംഗി തന്നെയാണ് കാണാനായിട്ട്. നമുക്ക് പീച്ച് ക്രീക്കറിയാണ് നമ്മൾ എപ്പോഴും സെയിലിന് കൊണ്ടുവരാറുള്ളത്. നമുക്കിപ്പോൾ വൈറ്റ് ക്രീക്കറി, പീച്ച് ക്രീക്കറി, യെല്ലോ ക്രീക്കറി, റെഡ് ക്രീക്കറി, ഓറഞ്ച് ക്രീക്കറി, ഇത്രയും റോസുകൾ നമുക്കിപ്പോൾ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു റോസ് നാടനാണേ. നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് പീച്ച് ക്രീക്കറി ആയാലും വൈറ്റ് ക്രീക്കറി ആയാലും നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു മൊത്തം 5 ടൈപ്പും നാടനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വന്നിട്ട് പീച്ച് ക്രീക്കറി റോസാണ് കേട്ടോ. ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന ഓൾമോസ്റ്റും നമുക്ക് നാടൻ ബഡ് ചെയ്തതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നാടൻ ബഡ്ഡിങ് ആയാലും ഓൺ റൂട്ടഡ് ആയാലും ഒരുപോലെ തന്നെ ഫ്ലവറിങ് ആവും. യാതൊരു പൂക്കൾക്ക് കുറവും ഉണ്ടാവില്ല. നമുക്ക് അത്യാവശ്യം പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ ഫ്ലവറിങ് ആവും. നമുക്കതുപോലെ തന്നെ 2 ഓർക്കിഡ് റോസിൻ്റെ ഒരു കോംബോ അവൈലബിൾ ആണ്. ഓർക്കിഡ് റോസ് റെഡും പിങ്കും കൂടെ വരുന്നൊരു കോംബോ ആണ്. പിന്നെ ഇത് വന്നിട്ട് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന ക്രീപ്പറാണ്. ഒരു അടിപൊളി ക്രീപ്പറാണ് കേട്ടോ. നമുക്ക് റെയറായിട്ട് വരുന്നൊരു ക്ലൈംബർ റോസ് കൂടിയാണ് ബേബി റൊമാൻറ്റിക്ക. നമ്മുടെ ക്ലൈമറ്റിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവും. ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനായിട്ടും റെഡി ആയിട്ടുള്ളത്. ബേബി റൊമാൻറ്റിക്ക എന്നാണ് ഐഡിയ വരുന്നത്. റെയറായിട്ട് വരുന്ന കുറച്ച് ക്ലൈംബേഴ്സിൻ്റെ കളക്ഷൻസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഏകദേശം 12 വെറൈറ്റി ക്ലൈംബറുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എല്ലാം വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല. പിന്നെ ഇത് വന്നിട്ട് റെഡ് ബഞ്ച് ക്രീപ്പർ എന്ന് പറയുന്നൊരു ക്ലൈംബറാണ്. നല്ല രസമാണ് കാണാനായിട്ട്. റെഡും നടുക്കൊരു വൈറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവും, ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. ഇലയ്ക്ക് ഒരു പ്രത്യേക ഷേപ്പൊക്കെയാണ്. ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിലും ഇല കാണാനായിട്ട് ഭംഗിയുണ്ട് കേട്ടോ. പിന്നെയുള്ളത് ബേബി പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. വിരിയുന്ന സമയത്ത് വേണ്ട ഈ ഒരു നടുക്കൊരു വൈറ്റും പിങ്കും ഒക്കെ മിക്സായിട്ട് വരുന്നുണ്ട്. പിന്നെ ചുറ്റിനും നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡാണ്. പിന്നീടാകുമ്പോൾ കളർ ചേഞ്ചിങ് ആവും കേട്ടോ. പിന്നെ ഇത് റെഡ് ഫെയറി റോസ് അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ഓർക്കിഡ് റോസാണ്. നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ റെഡ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് വന്നിട്ട് ബട്ടർഫ്ലൈ ആണ് കേട്ടോ. പിങ്ക് ബട്ടർഫ്ലൈ റോസാണ്. ഇതും നാടനാണ് കേട്ടോ വരുന്നത്. കൂടുതലും നാടൻ റോസാണ്. നിറയെ പൂക്കളുണ്ടാവും. നാടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമുക്ക് കമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന റോസുകളാണ് നാടൻ റോസുകളെന്ന് പറയുന്നത്. ഇതെല്ലാം നാടൻ റോസുകളാണ് കേട്ടോ. റെഡ് ഫെയറി, ബേബി റൊമാൻറ്റിക്ക അതൊക്കെ നാടൻ ബഡ് ചെയ്ത തൈകളാണ്. നാടൻ ബഡ്ഡിങ് ആണെന്നുണ്ടെങ്കിൽ കൂടെ നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും. സാധാരണ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ബഡ് ചെയ്ത പ്ലാന്റ്സ് പെട്ടെന്ന് നശിച്ചു പോകും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ചില പ്ലാന്റ്സുകൾ കട്ടിങ്സിൽ വരാറില്ല. അങ്ങനെയുള്ള പ്ലാന്റുകളാണ് ബഡ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ബഡ്ഡിങ് കുറച്ചുകൂടെ ഈസിയാണ്. നമ്മുടെ നാടനെ പോലെ തന്നെ നിന്ന് ഫ്ലവറിങ് ആവുകയും ചെയ്യും. പിന്നെ ബാംഗ്ലൂർ ബഡ്ഡിങ് റോസുകളുണ്ട്. നമ്മുടെ ഒറ്റ പൂക്കൾ കാണാറില്ലേ, നല്ല വലിപ്പമുള്ള ഓറഞ്ച്, മഞ്ഞ, പച്ച, അങ്ങനെ കുറേ ഷെയ്ഡിൽ, പച്ചയില്ല കുറേ ഷെയ്ഡുകൾ വരാറുണ്ടല്ലോ. അങ്ങനത്തെ കുറച്ച് റോസുകളുണ്ട്. അതാണ് നമ്മുടെ കുറച്ച് മെയിൻ്റനൻസ് കൂടുതലും. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിയുമ്പോൾ നശിച്ചു പോകുന്ന റോസുകൾ. നാടൻ ബഡ്ഡിങ് റോസുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മുടെ കൊടുക്കുന്ന കെയർ അനുസരിച്ച് തന്നെ നമ്മുടെ ഗാർഡിൽ പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ്. ഇത് വന്നിട്ട്
വൈറ്റ് പേർഷ്യൻ വൈറ്റ് ആണ് കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ്. ഇത് നാടനാണ്. പിന്നെയുള്ളത് എല്ലാ പേർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നൊരു റോസ് വെറൈറ്റിയാണ് പനിനീർ റോസ്. ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്തു വരുന്നൊരു റോസ് വെറൈറ്റിയാണ്. പനിനീർ റോസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്കിപ്പോൾ ഷോർട്ടായിട്ട് കുഞ്ഞിലേ തന്നെ ഫ്ലവറിങ് ഉണ്ടാവുന്ന പനിനീർ റോസുകളാണ് നമുക്കിപ്പോൾ അവൈലബിലിറ്റി ഉള്ളത്. നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും കേട്ടോ. ചെറുതിലേ തന്നെ പൂക്കളുണ്ടാവും. നിറയെ പൂക്കളുണ്ട്. കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവും. പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. അസാധ്യമായിട്ടുള്ള സ്മെല്ലുമാണ്. പിന്നെയുള്ളത് മിനിയേച്ചർ പനിനീര്, അല്ലാന്നുണ്ടെങ്കിൽ എലിസബത്ത് റോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. ഇതും നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും. നാടനാണ് കേട്ടോ. ഈ ഒരു റോസും നാടനാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു ടൈപ്പ് കൂടെയാണ് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു റോസ് വെറൈറ്റിയാണ് മാർഗോ കോസ്റ്റർ ഓറഞ്ച്. മാർഗോ കോസ്റ്ററിൻ്റെ 3 ഷെയ്ഡ് നമുക്കുണ്ട്. മാർഗോ കോസ്റ്റർ ഓറഞ്ച്, മാർഗോ കോസ്റ്റർ റെഡ്, മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ് മിക്സ്. ഈ 3 ഷെയ്ഡും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. നിറയെ ഇങ്ങനെ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാകും. പൂക്കൾ ഇങ്ങനെ വിടരാത്തത് കൊണ്ടാണ് ഇതിന് പ്രത്യേക ഭംഗി. ഇത് വന്നിട്ട് റൂബി ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. വിരിയുന്ന സമയത്താണ് ഈ റോസ് കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗി കൂടുതലായിട്ടോ. കാരണം അടിയിലെ പെറ്റൽസ് നമുക്കിങ്ങനെ കാണുമ്പോഴത്തേക്കും വൈറ്റ് കളറിലിരിക്കും. അപ്പോൾ ഇങ്ങനെ മുട്ടിങ്ങനെ വിരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വന്നിട്ട് സുലോഹി എന്ന് പറയുന്നൊരു ക്രീപ്പറാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ പെറ്റൽ ക്രീപ്പർ. ഇതും നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ക്രീപ്പറാണ്. നിറയെ പൂക്കളുണ്ടാവും. നല്ല ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവുകയും ചെയ്യും കേട്ടോ. നല്ലൊരു വെറൈറ്റി തന്നെയാണ് റെഡ് ബഞ്ച് ക്രീപ്പർ എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും. കൊലകൊലയായിട്ട് തന്നെ പൂക്കളുണ്ടാവുകയും ചെയ്യും കേട്ടോ. നിറയെ മുള്ളുകളൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ്. നമുക്ക് ലെസ് മെയിൻ്റനൻസ് ആണ്. ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കും. ഇത് വന്ന് സെൻറ്റിമെൻ്റൽ റോസാണ്. ഇതും അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ്. ഇതും നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. വൈറ്റും മജന്തയും കളർ കോമ്പിനേഷനിലാണ് പൂക്കൾ വരാറുള്ളത്. ഇതിൽ രണ്ടും, അതായത് ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ ഈ ഒരു മജന്ത ആയിരിക്കും കൂടുതൽ. ഇത് സമ്മർ സ്നോയുടെ ക്ലൈംബറാണ് കേട്ടോ. ക്ലൈംബിംഗ് ആണ്. നല്ലതുപോലെ തന്നെ പൂക്കളുണ്ടാവും. ഇഷ്ടംപോലെ പൂക്കളുണ്ടാവുന്നൊരു റോസ് വെറൈറ്റിയാണ് സമ്മർ സ്നോയുടെ ക്ലൈംബർ എന്ന് പറയുന്നത്. സമ്മർ സ്നോ എങ്ങനെയാണോ ഫ്ലവറിങ് ആവുന്നത് അതുപോലെ തന്നെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. നമുക്കൊരു ആർച്ചൊക്കെ സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇതായിരിക്കും കേട്ടോ. പിന്നെയുള്ളത് ആപ്രിക്കോട്ട് റോസാണ്. ആപ്രിക്കോട്ട് റോസ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ആപ്രിക്കോട്ട് റോസ് എന്ന് പറയുന്നത്. നിറയെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. ഈ ഒരു കളർ കോമ്പിനേഷനിലും ചില മൊട്ടുകൾ ഇങ്ങനെ വിരിയാറായി നിന്നിട്ട് വിരിയാതെ പോകട്ട. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് ഈ ഒരു റോസിന്. വിരിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ അടിപൊളിയാണ് കേട്ടോ. വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നിറയെ പൂക്കളുണ്ടാവും. പിന്നെയുള്ളത് ഈ ഒരു റോസ് വെറൈറ്റിയാണ് നാടൻ വൈറ്റ്, അല്ലെങ്കിൽ വൈറ്റ് പനിനീര്, ആന്ധ്ര പനിനീര് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. നല്ല വലിപ്പമുള്ള വെള്ളയും ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരാറുള്ളത്. പിന്നെയുള്ളത് ഓർക്കിഡ് റോസാണ്. കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന ഓർക്കിഡ് റോസ് വെറൈറ്റിയാണ്. നാടനാണ് കേട്ടോ. നമുക്ക് ഓർക്കിഡ് റോസിൻ്റെ കോംബോ വരുന്നുണ്ട്. ബൈ 1 get 1. ഒരു ഓർക്കിഡ് റോസ് എടുക്കുമ്പോൾ ഒരു ഓർക്കിഡ് റോസ് കൂടെ ഫ്രീ വരുന്നുണ്ട്. അതുപോലെ ഒരു ഡാപ്പ് എടുക്കുമ്പോൾ ഒരു ഡാപ്പ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ. ഓർക്കിഡ് റോസ് ഇങ്ങനെ മുള്ളില്ലാത്തൊരു വെറൈറ്റിയാണ്. കൊലകൊലയായിട്ട് പോകും. പക്ഷേ മെച്ചുറായി കഴിഞ്ഞാൽ ഈ ഒരു വെറൈറ്റിയിൽ മുള്ള് വരും കേട്ടോ. മെച്ചുറായി കഴിയുന്ന പ്ലാന്റ്സിലൊക്കെ ഞാൻ മുള്ള് കണ്ടിട്ടുണ്ട്. പിന്നെയുള്ളത് നാടൻ ഓറഞ്ചാണ്. നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു പ്ലാന്റാണ്. വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത്. നിറയെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് തന്നെ പൂക്കൾ വരാറുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അട്രാക്റ്റീവായിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആയി നിൽക്കും. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു ലീഫും കാര്യങ്ങളുമാണുള്ളത്. പിന്നെയുള്ളത് ഏതാണ് കാശ്മീരി റോസാണ്. ഇപ്പോൾ കുറച്ച് റെയറായി കൊണ്ടിരിക്കുന്ന റോസാണ്. കാരണം ഇത് ഒരുപാട് പെട്ടെന്ന് തന്നെ നമുക്ക് സെയിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നൊരു വെറൈറ്റിയാണ് കാശ്മീരി എന്ന് പറയുന്നത്. ലെസ് മെയിൻ്റനൻസ് ആണ്. പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഫ്ലവറിങ് ആവുകയും നന്നായിട്ട് വളരുകയൊക്കെ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് കാശ്മീരി റോസ്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്ന പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരിക കേട്ടോ. താങ്ക്